കർണാടകയിലെ ധാർവാഡിൽ കഴിഞ്ഞ ദിവസം നടന്ന യുവജന പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളാണിത്. വിവിധ സർക്കാർ വകുപ്പുകളിലായി ഒഴിഞ്ഞുകിടക്കുന്ന 2.5 ലക്ഷത്തിലധികം തസ്തികകൾ ഉടനടി നികത്തണമെന്ന ഏക ആവശ്യമുന്നയിച്ചുകൊണ്ട് നടന്ന ഈ റാലി കർണാടക ഭരിക്കുന്ന കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അഖില കർണാടക സ്റ്റേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ധാർവാഡ് നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. ഇത് വെറും പ്രതിഷേധമല്ലെന്നും ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ ലക്ഷക്കണക്കിന് കന്നഡ യുവാക്കളുടെ വിലാപവും രോഷവുമാണെന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പ്രതിഷേധത്തിനിടെ പോലീസും ഉദ്യോഗാർത്ഥികളും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷമുണ്ടായത് സ്ഥിതി വഷളാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ കാന്തകുമാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തു. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ സമയബന്ധിതമായി നിയമനം നടത്തിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടാവുമെന്നും തലസ്ഥാനമായ ബംഗളൂരുവിൽ ഭരണസ്ഥിരാ കേന്ദ്രമായ വിധാൻ സൗധ വളയുമെന്നുമാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2.5 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടന്നിട്ടും നിയമനം നടക്കാത്തത് മാത്രമല്ല ഇവരെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത്, മറിച്ച് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥയും മെല്ലെപ്പൊക്കുമാണ് ഇത്ര വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏകദേശം 65,000 തസ്തികകൾക്ക് മാസങ്ങൾക്ക് മുൻപേ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടും ഇതുവരെ ഒരു വിജ്ഞാപനമോ ഇന്റർവ്യൂവോ നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഉദ്യോഗാർത്ഥികളെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. ഓരോ ദിവസം പിന്നിടുമ്പോഴും പ്രായപരിധി കടന്നുപോകുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കടുത്ത ആശങ്കയിലാണ്. 43 വകുപ്പുകളിലായി കൃത്യമായ സമയക്രമം പാലിച്ച് നിയമനം നടത്തണമെന്നും പ്രായപരിധിയിൽ ഇളവ് നൽകണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. യുവാക്കൾക്ക് സർക്കാർ ജോലി എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ യുവജന പ്രക്ഷോഭം കോൺഗ്രസിന് തലവേദനയാവുകയാണ്. സംഭവം രാഷ്ട്രീയമായി വലിയ വിവാദമായതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശദീകരണവുമായി രംഗത്തെത്തി. നിലവിലെ ഈ വലിയ തൊഴിൽ പ്രതിസന്ധിക്ക് കാരണം മുൻപ് ഭരിച്ചിരുന്ന BJP സർക്കാരാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. 2023 കോൺഗ്രസ് അധികാരമേൽക്കുമ്പോൾ 2.64 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നുവെന്നും BJP ഭരണകാലത്തെ അഴിമതിയും അനാസ്ഥയുമാണ് ഇതിനാക്കം കൂട്ടിയതെന്നും സിദ്ധരാമയ്യ ആരോപിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 40,000-ഓളം നിയമനങ്ങൾ തങ്ങൾ പൂർത്തിയാക്കിയെന്നും വരാനിരിക്കുന്ന നിയമനങ്ങളിൽ 5 വർഷത്തെ പ്രായപരിധി ഇളവ് നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എങ്കിലും പ്രതിപക്ഷം യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി തെരുവിലിറക്കുകയാണെന്നും സിദ്ധരാമയ്യ ആരോപിച്ചു. എന്നാൽ സർക്കാരിന്റെ ഈ വാദങ്ങളെ തള്ളി പ്രതിപക്ഷമായ BJP രംഗത്ത് വന്നു. അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിനുള്ളിൽ 2.5 ലക്ഷം ജോലി നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എവിടെ പോയി എന്നാണ് BJP നേതാക്കൾ ഉയർത്തുന്ന മറുചോദ്യം. സംസ്ഥാനത്ത് ഒഴിവുകൾ ഇപ്പോൾ 2.8 ലക്ഷം കടന്നിരിക്കുകയാണെന്നും സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാനാണ് സർക്കാർ നിയമനങ്ങൾ വൈകിപ്പിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി സർക്കാരിനെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഈ സർക്കാരിന് മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കാനല്ലാതെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലില്ലാത്ത യുവാക്കളുടെ കണ്ണീരൊപ്പാൻ സമയമില്ലെന്നാണ്. സംസ്ഥാനത്ത് 7 ലക്ഷത്തോളം യുവാക്കൾ തൊഴിലില്ലാതെ വലയുമ്പോൾ ഭരണകൂടം കാണിക്കുന്ന ഈ അവഗണന വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയാണെന്നും കുമാരസ്വാമി പറഞ്ഞു. കർണാടകയിലെ തൊഴിലില്ലായ്മ പ്രശ്നം വരാനിരിക്കുന്ന നാളുകളിൽ കോൺഗ്രസ് സർക്കാരിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറുമെന്നതിൽ സംശയമില്ല. IT ഹബ്ബായ കർണാടകയിൽ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തങ്ങളുടെ ജോലിക്കായി ഇത്തരത്തിൽ തെരുവിലിറങ്ങേണ്ടി വരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വലിയ ഒഴിവുകളിൽ നിയമനം നടത്താത്തത് ഗ്രാമീണ മേഖലകളിലടക്കം വലിയ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട്. അടിയന്തരമായി ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിലേക്കും ഭരണ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ നയിച്ചേക്കും. തൊഴിലില്ലാത്തവർക്ക് പ്രതിമാസം 3,000 രൂപ നൽകുന്ന യുവനിധി പദ്ധതിയേക്കാൾ യുവാക്കൾ ആഗ്രഹിക്കുന്നത് സുരക്ഷിതമായ ഒരു സർക്കാർ ജോലിയാണെന്ന് ഈ പ്രതിഷേധം തെളിയിക്കുന്നു. മാർച്ച് 6 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഇത് ആയുധമാക്കുമെന്നുറപ്പാണ്. ഒഴിവുകളിൽ നിയമനം നടത്താനുള്ള നടപടികൾ വൈകുകയാണെങ്കിൽ അത് ബംഗളൂരുവിലെ തെരുവുകളെ പിടിച്ചുകുലുക്കുന്ന വലിയൊരു യുവജന സമരമായി മാറുമെന്നതും ഉറപ്പാണ്.